എന്തടേ അവിടെ 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 എവിടെയാന്ന് പറഞ്ഞത് കാര്യം പറയും. കനേന്റെ അടുക്കളയിൽ തലയടിച്ച് വീണ് കൊറേ ചോര പോകുന്നുണ്ട്. ദൈവമേ വന്നടാ. അയ്യോ എവിടെ ഇടിച്ചേ? ഇടിക്കരുതാ, എങ്ക ഇടിക്കരുത്? ചേച്ചി എന്തായാലും വയ്യാതെ വന്നാൽ തന്നെ പറയാത്താണ്. നോക്ക് അവിടെ എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടാവും. ചോര എവിടെ? അതിന്റെ ഇടയ്ക്ക് അതല്ലാണോ കഴുകി കളഞ്ഞത്? എന്നെ சொல்றீங்க? അല്ല, കനകാന്റെ തലയിടിച്ച് വീണ് ചോര പോയെന്ന് പറഞ്ഞു. யாரு சொன்னா? നിങ്ങളെല്ലാരും ചമ്മി പോയേ. എന്തോന്ന് കാണിച്ച പാറു? പാറുവേ, ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കാണിച്ചോണ്ടിരുന്ന കാലവരി അറിയായി. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞാൽ ഇവക്കിപ്പോ കുരുത്തക്കേട് കുറച്ച് കൂടുതലാണെന്ന്. என்ன பாரு இப்படி எல்லாம் பண்ற நீ? നിങ്ങൾ എന്താ വന്ന് പറഞ്ഞേന്ന് അറിയോ? കനകാന്റി അടുക്കളയിൽ തലയടിച്ച് വീണ് ചോരയൊക്കെ മൊത്തം പോയിന്ന്. பாரு, എതുക്ക് നീ இப்படி പോയി சொல்ற? ഇപ്പൊ വാ തുറന്ന പോയി മാത്രമേ ഉള്ളൂ. നീ എന്തിനാ കള്ളം പറഞ്ഞേ? കള്ളം പറയാതെ ആൾക്കാരെ എന്നെ പറ്റിക്കുന്നേ. പോയി തർക്കുത്തരം പറഞ്ഞാണ്ടല്ലേ പാറു. ഒരു കാര്യം ചെയ്യും, ചേച്ചിനെ പാക്ക് ചെയ്. കുറച്ചു ദിവസം പടവലത്തെ അപ്പൂപ്പന്റെ അടുത്ത് നിക്കട്ടെ. അപ്പോഴേക്കും അവള് മര്യാദയൊക്കെ അങ്ങ് പഠിച്ചോളൂ. വേണ്ട. എന്ത് വേണ്ടാന്ന്? എടാ, പണ്ട് പടവലത്ത് വെച്ച് ഞാൻ കള്ളം പറഞ്ഞപ്പോ അപ്പൂപ്പൻ എന്നെ ശിക്ഷിച്ചത് ഓർമ്മയുണ്ടാ? അത് മറക്കാൻ പറ്റൂ? എന്റെ പൊന്നോ, എന്റെ കണ്ണിന് ഇപ്പോഴൊന്നും മാറിയിട്ടില്ല. എന്ത് ശിക്ഷ? എന്ത് ശിക്ഷ എന്നാ? പണ്ട് ലച്ചു ചേച്ചി പടവലത്ത് വെച്ച് കള്ളം പറഞ്ഞു. അപ്പൂപ്പന് ദേഷ്യം വന്നിട്ട് അപ്പൂപ്പ ഒരു വലിയ അല്ലെങ്കിൽ വേണ്ട. ഇനി ഞാൻ എവളെടുത്ത് പറഞ്ഞാൽ ചിലപ്പോ എവള് ഉറക്കത്തിൽ കിടന്ന് പേടിക്കും. എന്നാലും അന്നടിച്ചടി എന്റെ പാടിപ്പോഴും കയ്യിലും കാലൊക്കെ അതെ ഇവിടെ പാടുണ്ട്. പൊട്ടിയായിരുന്നു തോന്നുന്നില്ലേ? ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും, വാ പോവാ. എന്തായാലും ചെല്ലുന്ന വാക്കിനെ അപ്പൂപ്പന്റെ അടുത്ത് പറയണം വലിയൊരെണ്ണം വെട്ടി വെക്കാൻ. അതെ അതെ, ഒറ്റയടിക്ക് എന്നെ കള്ളം പറയണം നിർത്തണം. ഇറങ്ങ്. വേണ്ട ലച്ചു, വിട്ടിട്. എന്ത് വിട്ടിടുന്ന്? ഇങ്ങനൊക്കെ ഓരോ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വാ തോന്നിയതൊക്കെ വിളിച്ചു പറയണത്. ഒരു മയൊക്കെ വേണ്ട കള്ളം പറയണേ. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യൻ കള്ളം പറയണ. 2 മാസം വെക്കേഷൻ അല്ലേ? പടവലത്തെ അപ്പൂപ്പന്റെ അടുത്ത് തന്നെ നിക്കട്ടെ അവള്. ഞാന് കള്ളം പറയൂല. എങ്ങനെ? ഞാന് കള്ളം പറയൂല. കള്ളം മാത്രമല്ല, അടങ്ങി ഒതുങ്ങി തർക്കുത്തരവും പറയാതെ മിണ്ടാതെ ഇവിടെ നിക്കണം. പറ്റോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് കൊണ്ടുപോവാ അപ്പൂപ്പന്റെ അടുത്ത്. ഇവിടെ നമ്മള് പറഞ്ഞ ഇവള് കേൾക്കൊന്നുമില്ല. വേണ്ട. വേണ്ട. നീ കള്ളം പറയുമെന്നാ? ഇല്ല. ഇല്ല. ഉറപ്പാണോ? എന്നാ പിന്നെ കേശുവേ. എന്നാ പിന്നെ പാറു പറയട്ടെ. ഞാൻ അവിടെ പോവില്ല ചേട്ടാ. എടി അതല്ല, കൈ നീട്ട്. കൈ താക്ക്. എടി കൈ നീട്ട്. ലച്ചു ചേച്ചി. കനകമാൻഡി കൈ താത്തു. ലക്ഷ്മി. ലക്ഷ്മി അല്ലല്ലോ അവരുടെ പേര്. ഞാൻ പാർവതി ബാലേന്ദ്രൻ തമ്പി കൈ നീട്ടു. കഷ്ടം. ഞാൻ എന്ത് പറയാൻ വന്നേ? ഞാൻ പറയണ അതേപോലെ ഏറ്റു പറഞ്ഞോണം, കേട്ടല്ലോ. ഇന്ന് മുതൽ പാർവതി ബാലേന്ദ്രൻ തമ്പി എന്ന ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ. സത്യം മാത്രമേ പറയുള്ളൂ. കള്ളം പറയത്തില്ല. മൂത്തവര് പറയുന്നത് കേട്ടനുസരിച്ച് നിൽക്കും. എല്ലാവരെയും ബഹുമാനിക്കും. ചെറിയവരും വലിയവരും അല്ലാതെ തർക്കുത്തരം പറയൂല. പ്രത്യേകിച്ച് കേശേട്ടനെ ലച്ചേച്ചയും ബഹുമാനിക്കും. കനകാന്റിയും ബഹുമാനിക്കും. വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ബഹുമാനിക്കും. വലിയവരെ മാത്രം ബഹുമാനിച്ചാ പോരെ? ഇവള് നന്നോല പടവലത്ത് പോവാ. വേണ്ട. എല്ലാരെയും ബഹുമാനിച്ചോളാം. അത് അവിടെ എല്ലാരും ബഹുമാനിക്കും. പറയണേ. എല്ലാരെയും ബഹുമാനിക്കും. പിന്നെ ഒന്നുകൂടെ പറയാണ്, കള്ളം പറയൂ. കള്ളം പറയൂല, സത്യം മാത്രമേ പറയൂ. തൽക്കാലം മതി.
ഞാനും കള്ളം പറഞ്ഞ ബാഗ് പാക്ക് ചെയ്യുന്നു, നേരെ വണ്ടി കയറ്റി വിടും. 4 ദിവസം നമ്മളൊന്ന് നോക്കും. ഇല്ലെങ്കിൽ 2 മാസം അപ്പൂപ്പന്റെ ശിക്ഷണത്തിൽ നീ നിൽക്കും. ഓടേ